നമസ്കാരം. കൈപിടിച്ച് നടന്നവർ കളിക്കളത്തിൽ കായിക താരത്തിന്റെ ഉണർവിലും ഉശിരിലും മത്സരിച്ചപ്പോൾ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കണ്ണുകളിൽ പടർന്ന സന്തോഷത്തിന് അതിരില്ല. സമ്മാനവും സ്ഥാനമാനവുമൊന്നും ലഭിച്ചില്ല എങ്കിലും ജീവിതത്തിലേക്ക് ഓടിയും ചാടിയും കയറാനാകുമെന്ന പ്രതീക്ഷ മറ്റേതൊരു സമ്മാനത്തെക്കാളും വലിയ കിരീടവുമായി. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ സ്പെഷ്യൽ ഒളിമ്പിക്സ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചത് സാഹിത്യ നഗരമായ കോഴിക്കോടിന് കാരുണ്യ നഗരം കൂടിയെന്ന പേര് ചാർത്തി നൽകിയതാണ്. 5000-ഓളം മത്സരാർത്ഥികൾക്ക് ഇരിക്കാനും വിശ്രമിക്കാനുമായി തീർത്ത വിശാലമായ പന്തലിൽ തങ്ങളുടെ ഊഴത്തിനനുസരിച്ച് സ്കൂൾ അധ്യാപകരും രക്ഷിതാക്കളും താരങ്ങളെ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. 6 വയസ്സ് മുതൽ 63 വയസ്സുവരെയുള്ളവർ വിവിധ കാറ്റഗറികളിലായി മാറ്റുരച്ചു. അവശതകളെ മറന്ന് കേരളത്തിൽ മത്സരിക്കുന്നത് കണ്ടതോടെ രക്ഷിതാക്കളുടെ ആശങ്ക വിട്ടൊഴിഞ്ഞു. ആദ്യ ദിനത്തിൽ തന്നെ 1500-ലധികം കായിക താരങ്ങൾ മാറ്റുരച്ചു. 50 മീറ്റർ അസിസ്റ്റഡ് വാക്ക്, 100 മീറ്റർ അസിസ്റ്റഡ് വാക്ക്, 50 മീറ്റർ വീൽ ചെയർ റേസ്, 25 മീറ്റർ നടത്തം, സോഫ്റ്റ് ബാൾ എയർ എന്നിവയടക്കം 274 മത്സരങ്ങളാണ് നടന്നത്. വൈകിട്ടു നടന്ന കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റിൽ SCERT മുൻ ഡയറക്ടർ പ്രൊഫസർ ജെ പ്രസാദ് സല്യൂട്ടും സ്വീകരിച്ചു. സംസ്ഥാനത്തെ 245 സ്ഥാപനങ്ങളിൽ നിന്നായി 5000-ഓളം പേരാണ് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. സ്പെഷ്യൽ സ്കൂളുകൾ, ബഡ് സ്കൂളുകൾ, ജനറൽ സ്കൂളിലെ ഭിന്നശേഷിക്കാർ എന്നീ 3 വിഭാഗത്തിലുള്ളവരാണ് മത്സരിക്കുന്നത്. ജില്ലയിലെ 32 സ്പെഷ്യൽ സ്കൂളുകളിലെ കുട്ടികളും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മലബാറിൽ നടക്കുന്ന ആദ്യ സ്റ്റേറ്റ് മീറ്റാണിത്. 5000 മത്സരാർത്ഥികളുടെ കൂടെ എത്തുന്ന 2500 പേരടക്കം 7500 പേർക്ക് ആതിഥ്യവും അരുളുന്നുണ്ട്. 6 കാറ്റഗറിയിൽ 575 ഈവൻറ്റുകളാണ് നടക്കുന്നത്. സ്റ്റേറ്റ് ഒളിമ്പിക്സിൽ വിജയികളാകുന്നവർക്ക് നാഷണൽ ഒളിമ്പിക്സിലും തുടർന്ന് വേൾഡ് സ്പെഷ്യൽ ഒളിമ്പിക്സിലും പങ്കെടുക്കാം. കോഴിക്കോട് കോർപ്പറേഷനും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയും സംയുക്തമായാണ് പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നത്. സ്പെഷ്യൽ ഒളിമ്പിക്സിന് എത്തുന്നവർക്ക് താമസ സൗകര്യം ഒരുക്കുന്നത് ദേവഗിരി കോളേജ് ക്യാമ്പസിലാണ്. ഒളിമ്പിക്സിന്റെ മാതൃകയിൽ 4 വർഷത്തിലൊരിക്കലാണ് മത്സരം.